നമ്മൾ റംസാൻ സ്പെഷ്യൽ കോഴിയുടെ ആണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ്, റെസിപ്പീസ് എല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഇത് ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറിവേപ്പില. ഇത് ചിക്കനാണ്. ചിക്കൻ ബോയിൽ ചെയ്തിട്ട് ചിപ്പി എടുത്ത സാധനമാണ്. കോക്കനട്ട് ഓയിൽ, ടെർമിക് പൗഡർ, പെപ്പർ പൗഡർ, ഫെനൽ പൗഡർ. അടയ്ക്ക് വേണ്ട ഫില്ലിങ് ചെയ്യുന്നത് മൈദയാണ്. മൈദയിൽ വേണ്ടത് റൈസ് ഫ്ലോർ ആണ്. അതിനുള്ള പാല്, അത് നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയേ. ആദ്യം ഗാർലിക് ഇട്ടു, ജിഞ്ചർ. ഇതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ, ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് ഗ്രീൻ ചില്ലി, ഇത് ചെറിയുള്ളി സ്ലൈസ് ചെറിയുള്ളി. ഇത് നല്ലോണം ബ്രൗൺ ആവണം. പെട്ടെന്ന് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ ചെറിയ വെച്ചൊരു സോൾട്ട് ഒന്ന് ആഡ് ചെയ്തേക്കും. കുറച്ച് കറിവേപ്പില, ചിക്കൻ നമ്മൾ ആവശ്യത്തിന് ചിക്കൻ ഇട്ടോണേ. കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഫെനൽ പൗഡർ, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ വെള്ളം യൂസ് ചെയ്തില്ല, പാലാണ്. ഈ പാലിനകത്താണ് ബാക്കി കുറുകി വെക്കുന്നത്. നമ്മുടെ ഏകദേശം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റിയേക്കാം. അടുത്തതിൻ്റെ മാവ് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം. പാല്, ഈ പാലും വെള്ളം ഇട്ടുമ്പോൾ നല്ലോണം തിളച്ച് വരണം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടേക്കാം. നമ്മുടെ വെള്ളവും പാലും നല്ലോണം തിളച്ച് അതിനോട് കുറച്ച് അരിപ്പൊടി നല്ലോണം കുറുക്കിയെടുക്കും. നമ്മൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നേരെ നമ്മൾ ചട്ടിയിലോട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. അത് കുറച്ച് ഓയിൽ എടുക്കണം, അതൊന്ന് അപ്ലൈ ചെയ്തേക്കണം. ഇതുപോലെ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമുക്കിന്ന് അടയ്ക്കുള്ള ഇല എടുത്തിട്ട് നമ്മൾ നല്ല കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഈ ഇലയിലോട്ട് കുറച്ച് ഇച്ചിരി എണ്ണ തേച്ചേക്കണം, ഒന്ന് സോഫ്റ്റ് ആകുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. അത് നമ്മുടെ ഫില്ലിങ് കോഴിയുടെ ഇല ഇതുപോലെ മടക്കി ഇതുപോലെ മടക്കി വെക്കണം. നമുക്ക് ഏത് രീതിയിലും മടക്കി നമുക്ക് ചെയ്യാം. നമുക്കിത് സ്റ്റീം ചെയ്യാം. നമ്മുടെ അട ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. നമ്മുടെ കോഴിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ സിമ്പിൾ റെസിപ്പിയാണ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം.